അപ്പൊ പിന്നെ ശ്രീലക്ഷ്മി മാഡത്തിന്റെ ആത്മാവ് എങ്ങോട്ട് പോയി? ഏതിനും മാഡം രാവിലെ തന്നെ നല്ലൊരു ഡോക്ടറെ കാണും. ആ അടിയോടുകൂടി മാഡത്തിന്റെ കിളിയെന്തോ പറന്നു പോയിട്ടുണ്ട്. അതെ, അർദ്ധരാത്രി ആവാറായി മാഡം. പോയി കിടക്കാൻ നോക്ക് പ്ലീസ്. ഞാനൊന്ന് രവി സാറിനെ കാണട്ടെ. ഗുഡ്. രാജാറാം സാറ് ബുദ്ധിമാനായതുകൊണ്ട് എന്റെ ചോദ്യങ്ങളെ സ്കിപ്പ് ചെയ്ത് വാദിയെ പ്രതിയാക്കി. ഇനി അതല്ല, രാജാറാം സാറ് പറഞ്ഞതുപോലെ എനിക്ക് പണി തരാൻ ശ്രീലക്ഷ്മി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് ഇതൊക്കെയെങ്കിൽ നല്ല നടിക്കുള്ള അവാർഡ് ഈ സാൻഡ്ര നിനക്ക് തരുന്നുണ്ട് ശ്രീലക്ഷ്മി. നിന്റെ ദേഹത്ത് കയറിയത് രാജനന്ദിനിയുടെ ആത്മാവാണെങ്കിൽ സാൻഡ്രയുടെ ദേഹത്ത് കയറാൻ പോകുന്നത് യക്ഷിയാ, വടയക്ഷി. ശ്രീലക്ഷ്മിയുടെ ചോര കൊണ്ടേ ആ ആത്മാവിന് സ്വന്തം ജീവൻ തിരികെ കിട്ടും. കാണാം നമുക്ക്. എന്താ സാൻഡ്ര, താനെന്താ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു? അതും ഇങ്ങനൊരു സ്ഥലത്ത് ഈ സമയത്ത്? പറയാം സർ. സാറിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. എനിക്ക് സാറിനോട് സംസാരിക്കാനുള്ള വിഷയം ആ വീട്ടിൽ വേറെ ആരും അറിയരുതെന്ന് കരുതിയ സാറിനോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. വീട്ടിലാരും അറിയാൻ പാടില്ലാത്ത കാര്യമോ? അതെന്ത് കാര്യം? എന്തിനാ സാൻഡ്രയെ മുഖവരയുടെ ആവശ്യം? കാര്യം പറയൂ. മുഖവര ഒന്നും അല്ല സർ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു വിചിത്രമായ സംഭവം നടന്നു. ഞാൻ നീ പറയുന്ന ശ്രീലക്ഷ്മി അല്ല, ഞാൻ രാജനന്ദിനിയാ. ശ്രീലക്ഷ്മി മറ്റൊരു രൂപത്തിലും ഭാവത്തിലും. ഓർക്കാൻ വയ്യ എനിക്ക്. താൻ ശ്രീലക്ഷ്മിയല്ല രാജനന്ദിനിയാണെന്ന് കൂടി പറഞ്ഞപ്പോ ഞാനങ്ങ് ഭയന്ന് വിറച്ചുപോയി സർ. സാറിന്റെ ആദ്യ ഭാര്യ രാജനന്ദിനി എങ്ങനെയാ സാർ മരിച്ചത്? ചോദ്യം അവിവേകമാണെങ്കിലും അധികം ആർക്കും അറിയാത്ത ആ രഹസ്യം എനിക്കും അറിയണം സർ. രാജനന്ദിനിയുടേത് ഒരു സ്വാഭാവിക മരണം അല്ല എന്ന് എനിക്കറിയാം. ആരാ സാർ രാജനന്ദിനിയെ കൊന്നത്? ആ മരണത്തിൽ സാറിന്റെ വീട്ടുകാർക്കോ സാറിനോ എന്തെങ്കിലും പങ്കുണ്ടോ? അങ്ങനെ കുറെ സംശയങ്ങളുണ്ട് എന്റെ മനസ്സിൽ. നിന്റെ സംശയങ്ങൾ ഞാൻ തീർത്തുന്ന മതിയോ? ശ്രീലക്ഷ്മി, നിന്റെ സംശയങ്ങൾ ഞാൻ തീർത്തെന്നാ മതിയോന്ന്? ശ്രീലക്ഷ്മി, താനെന്താ ഇവിടെ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജെവിയുടെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്.
ഞങ്ങൾക്കിടയിൽ ശല്യമായി വരരുതെന്ന്. ശ്രീലക്ഷ്മി, മതി നിന്റെ ഡ്രാമ. ശ്രീലക്ഷ്മിയോ? ഞാൻ നീ ഉദ്ദേശിക്കുന്ന ശ്രീലക്ഷ്മി അല്ല. രവിയുടെ ഭാര്യ രാജനന്ദിനിയാണ്. രാജനന്ദിനി. കണ്ടതും കേട്ടതുമായ അനുഭവത്തിൽ നിന്ന് ഒന്നും പഠിക്കാതെ നീ വീണ്ടും രവി എന്നെ തമ്മിൽ പിരിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? എന്റെ രവിയെ നിനക്ക് വേണോ അല്ലേ? കൊന്നുകളയും നിന്നെ ഞാൻ. ശരി, നീ ശ്രീലക്ഷ്മിയല്ല രാജനന്ദിനിയാണെങ്കിൽ എന്നെയല്ല, ആ നീരേറ്റ് കോളനിയിലെ ശ്രീലക്ഷ്മിയാണ് കൊല്ലേണ്ടത്. അവളാണ് രവി സാറിന്റെ മനസ്സ് മുഴുവൻ. തെറ്റ്. ശ്രീലക്ഷ്മിയും രാജനന്ദിനിയും രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഞാൻ തന്നെയാണ് ശ്രീലക്ഷ്മി. ഈ ഞാൻ തന്നെ രാജനന്ദിനിയും. നീ മത്സരിക്കുന്നത് നീരേറ്റ് കോളനിയിലെ പാവ ശ്രീലക്ഷ്മിയോടല്ല, വർമ്മൻ കുടുംബത്തിലെ സകലതിനും അധിപനായ രവിചന്ദ്രവർമ്മന്റെ ഭാര്യ രാജനന്ദിനിയോടാണ്. ഈ രാജനന്ദിനിയോട്. നീ മുടക്കാൻ ശ്രമിക്കുന്നത് രാജനന്ദിനിയുടെ വിവാഹമാണ്. എന്റെ രവിയുടെയും ഒത്തുചേരലിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും കടയോടെ വെട്ടിമാറ്റും ഈ രാജനന്ദിനി. രവി എന്റേതാ, എന്റേത് മാത്രം. ഇറങ്ങി പൊയ്ക്കോളാം എന്റെ വീട്ടിൽ നിന്ന്. അത് എന്റെ വീടാ. രാജനന്ദിനി വിലാസം എന്നെ എന്റെ വീട്. ഇനി ഒരിക്കൽ കൂടി നിന്റെ മുമ്പിൽ ഇതേ രൂപത്തിലും ഭാവത്തിലും വരേണ്ടി വന്നാൽ ഒരു ദുർമരണം ഉറപ്പ്. രാജനന്ദിനി വിലാസത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചത്തു മലച്ച് വിറങ്ങലിച്ച് കിടക്കും നിന്റെ ഈ 6 അടി ശരീരം. ഇത് രാജനന്ദിനി പറയുന്ന വാക്കാ, ഓർത്തു വെച്ചോണം നീ. രാജനന്ദിനി, നീ ശ്രീലക്ഷ്മി ആയാലും രാജനന്ദിനി ആയാലും സാൻഡ്രയ്ക്ക് അത് ഒരുപോലെയാ. അതിന് പരലോകത്തെ രാജനന്ദിനി ആയാലും ശരി, ഭൂമിയിലെ ശ്രീലക്ഷ്മി ആയാലും ശരി, രവിവർമ്മൻ ഈ സാൻഡ്രയ്ക്കുള്ളതാ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ശ്രീലക്ഷ്മിയെയും രാജനന്ദിനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടും ഈ സാൻഡ്ര. എന്നിട്ട് ഈ സാൻഡ്രയും രവിചന്ദ്രവർമ്മനും രാജനന്ദിനി വിലാസത്തിൽ തന്നെ താമസിക്കും. രാജനന്ദിനി വിലാസത്തിലെ ആ സീക്രട്ട് റൂമിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. ശ്രീലക്ഷ്മി, അതെന്റെ വീടാ. രാജനന്ദിനി വിലാസം എന്ന എന്റെ വീട്. ഇറങ്ങി പൊയ്ക്കോണം എന്റെ വീട്ടിൽ നിന്ന്. ശ്രീലക്ഷ്മി, രാജനന്ദിനി, ഒന്നിനൊരു വ്യക്തത കിട്ടുന്നില്ലല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഒരു വ്യക്തത കിട്ടിയേ പറ്റൂ. എന്തിനും നേരം വെളുക്കട്ടെ.
തന്ത്രവിദ്യകളാൽ പറ്റാത്തത് മന്ത്രവിദ്യകളാൽ പറ്റുമോ എന്നെനിക്കറിയണം. രാജനന്ദിനെ പറ്റി, രവിവർമ്മന്റെ എല്ലാമായ രാജനന്ദിനെ പറ്റി. അച്ഛനെന്താ അതിരാവിലെ എത്ര കാര്യമായിട്ട് തയ്ക്കുന്നത്? അമ്മ, അച്ഛനെന്താ ഈ രാവിലെ എണീറ്റിരുന്ന് തയ്ച്ചു കൂട്ടുന്നത്? ഓ, ഒന്നും പറയണ്ട. കിട്ടിയ ഓർഡറിന്റെ ബാക്കി കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. രാവിലെ ആദ്യത്തെ വണ്ടിയിൽ കയറ്റി വിടേണ്ടതാ. ഇത് തയ്ച്ചു കൊടുത്താലേ അടുത്ത ഓർഡർ കിട്ടൂന്ന് പറഞ്ഞ് വെളുപ്പിനെ തുടങ്ങി തയ്യലാ. നേരം വെളുത്തിട്ട് തയ്ച്ചാ പോരേന്ന് ഞാൻ ചോദിച്ചതാ. ആര് കേക്കാൻ? ആ ശ്രീലക്ഷ്മി, നീ ചായ എന്നെടുത്ത് അച്ഛന് കൊടുക്ക്. ഞാനേ ഇടിയപ്പത്തുള്ള മാവ് ഒഴിക്കട്ടെ. ശ്രീടച്ച സ്വന്തമായിട്ട് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. എന്താ ശരിയല്ലേ? ഞാനിന്ന് അവിടെ വരാൻ പാടില്ലായിരുന്നു. ഞാൻ അവിടെ വന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായതും അഭിമാനം ഇടിഞ്ഞു താഴ്ന്നതും ഞാൻ കാലണയ്ക്ക് കൊളരാത്തവനായതും. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? എന്തു പറ്റി? അല്ലമ്മേ, ഇന്നലെ അച്ഛനോട് അങ്ങനൊന്നും പറയേണ്ടിയിരുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അയ്യേ, രാവിലെ ഇങ്ങനെ ഓരോന്നോർത്ത് വിഷമിച്ചാൽ എങ്ങനെയാ മോളെ? ഇന്നൊരു നല്ല കാര്യം നടക്കേണ്ട ദിവസമാണെന്ന് മറന്നു നീ? അച്ഛന്റെ സ്വഭാവം മോൾക്കറിയാലോ. ആ, ഈ ചായ അച്ഛനും കൊണ്ട് കൊടുത്തിട്ട് പോയി കുളിക്കേ. എന്നിട്ട് ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കേ. എല്ലാ വിഷമങ്ങളും ദേവിയോട് പറഞ്ഞ് സന്തോഷായിട്ട് തിരിച്ചു വാ. ചെല്ലു മോളെ. അച്ഛാ, മോളെ ശ്രീലക്ഷ്മി, എന്താ ഇത്? എണീറ്റേ. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്നലെ ഒന്നും ആലോചിക്കാതെ അച്ഛനോട് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. മാപ്പ്. അറിയാതെ പറഞ്ഞു പോയതാ. അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? അയ്യേ, എന്താ മോളെ ഇത്? കൊച്ചുകുട്ടികളെ പോലെ അച്ഛനും മോളോട് ദേഷ്യോ?
അച്ഛന്റെ മുത്തല്ലേ നീ? അച്ഛന്റെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം അച്ഛ. രവി സാറിനോടുള്ള ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നിട്ടും അന്ന് അച്ഛൻ ആലോചിച്ച ആ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് ആ ബന്ധത്തിന് അച്ഛൻ അത്രയേറെ താല്പര്യം കാണിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. അച്ഛൻ വിഷമിക്കാതിരിക്കാൻ. പക്ഷെ അത് മുടങ്ങിപ്പോയപ്പോ പിന്നീട് വിവാഹമേ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ. അതും സാധിച്ചില്ല. കാരണം രവി സാറിന് എന്നോടുള്ള സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്കായില്ല അച്ഛ. സാറിന്റെ സ്വത്തോ പണമോ മോഹിച്ചിട്ടല്ല. രവി സാറിന് എന്നോടുള്ള സ്നേഹം, കരുതൽ, ആത്മാർത്ഥത, അതുകൊണ്ട് മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അച്ഛൻ ഓരോന്നും ചെയ്യുന്ന കാണുമ്പോ എനിക്ക് പേടിയാവുന്ന അച്ഛ. ഈ വിവാഹം കൂടി മുടങ്ങിയ എനിക്കത് താങ്ങാനാവില്ല അച്ഛ. എന്താ മോളെ ഇത്? നിന്റെ കണ്ണുകൾ ഒരിക്കലും നിറയരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനല്ല. നോക്കിയേ, മോളുടെ നല്ലതല്ലേ അച്ഛൻ ആഗ്രഹിക്കൂ. എന്റെ കണ്ണടയും വരെ മോള് സന്തോഷമായിട്ടിരിക്കണമെന്ന് അച്ഛന്റെ ആഗ്രഹം. ചില കാര്യങ്ങൾ അറിയാൻ അച്ഛനൊരു ശ്രമം നടത്തിയെന്നുള്ളത് ശരിയാ. അത് പക്ഷെ മോള് വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. കൊച്ചുവെളുപ്പാങ്കാലം മുതൽ ഞാൻ എഴുന്നേറ്റിരുന്ന് ഇതൊക്കെ തയ്ക്കുന്നത് എന്തിനാ? ഇന്നിവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവല്ലേ, ചെലവിന് കുറെ കാശ് വേണ്ടേ? അച്ഛൻ ചക്രം ചവിട്ടിയും കടകളായ കടകൾ മുഴുവൻ കയറിയിറങ്ങിയും ഈ പെടാപ്പാട് പെടുന്നത് എന്തിനാ? അച്ഛന്റെ മനസ്സിലെ ആധി, പിടച്ചില്, ഇതൊക്കെ എന്റെ മോളെ ഓർത്തു മാത്ര. അച്ഛന് മോളുടെ കാര്യത്തിൽ അത്രയും വേവലാതി ഉള്ളതുകൊണ്ടാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നേ. എന്റെ മോള് കരയരുത്, വിഷമിക്കരുത്. ഈ അച്ഛൻ അത് മതി, അത് മാത്രം. അല്ല, മോൾക്ക് ക്ഷേത്രത്തിൽ പോണ്ടതല്ലേ? അമ്മ പറഞ്ഞു ദേവിയുടെ മുന്നിൽ ചെന്ന് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കാൻ. എന്നാ വേഗം റെഡിയാവ്. മോള് ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴേക്കും അച്ഛൻ ഈ തയ്ച്ച തുണികളൊക്കെ ടൗണിൽ എത്തിച്ചിട്ട് വരാം. മോളെ, മോള് കുറച്ച് കുടിക്കും. അപ്പൊ അതാണ് കുട്ടി ഇവിടെ തന്നെ വരാനുള്ള കാരണം. അതെ സ്വാമി. പക്ഷേ കുട്ടിക്കുണ്ടായി എന്ന് എന്നോട് പറഞ്ഞ അനുഭവം അത് മാനുഷികമായിരുന്നില്ല, അമാനുഷിക ശക്തി തന്നെയായിരുന്നു.
സ്വാമി പറഞ്ഞു വരുന്നത് അതെ. ഒരുപാട് മനസ്സുകൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശുഭകാര്യത്തിന് തടസ്സമാകാൻ കുട്ടി ശ്രമിക്കുന്നു. അത് ആ ആത്മാവിന് തീരെ ഇഷ്ടമാകുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ആ ശുഭകാര്യം നടക്കരുതെന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിക്കൊള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുട്ടിക്കുണ്ടാവില്ല. ആ രണ്ട് ഹൃദയങ്ങളെയും അകറ്റാനുള്ള ചിന്ത മറന്നേ പറ്റൂ. നോ, അത് ഈ സാൻഡ്രയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല സ്വാമി. അതെന്റെ പ്രണയമായിരുന്നു, എന്റെ സ്വപ്നമായിരുന്നു. എന്നിൽ നിന്ന് അതെല്ലാം തട്ടിയെടുത്തത് അവളാണ്. ഞാൻ അനുവദിക്കില്ല അത്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിയാൻ എനിക്കാവില്ല. അതിന് സ്വാമിയുടെ സഹായം എനിക്ക് വേണം. അതിനാണ് ഞാനിവിടെ വന്നത്. സ്വാമി വിചാരിച്ച ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. പണം എത്ര ചിലവായാലും അതെനിക്ക് പ്രശ്നമല്ല.